നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം. നമ്മുടെ ബൈബിൾ സ്കൂളിൽ പഠിച്ച ഒരു ഗുണമുണ്ട്. അതായത് 19-ാം അധ്യായം എന്ന് പറയുമ്പോഴത്തേന് അറിയാൻ പറ്റും ഇത് സക്കായിയെക്കുറിച്ചുള്ളതാണ്. അതാണ് നമ്മുടെ ബൈബിൾ സ്കൂളിലുള്ള ഗുണം. നമ്മുടെ വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും വേദപുസ്തകം നിങ്ങൾക്ക് ചൊവ്വേ പഠിക്കാനായിട്ട് പറ്റും. 19-ാം അധ്യായത്തിൻ്റെ ആ സംഭവം അവസാനിക്കുന്ന ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ട് ശ്രദ്ധ ജനിക്കാൻ പോവുക. അതിൻ്റെ 9-ാം വാക്യം, അതായിരുന്നല്ലോ കർത്താവിൻ്റെ ദാസനെ കുറിവാക്യമായിട്ട് എടുത്തത്. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. മതി അത്ര മതി. അതാ എൻ്റെ ചിന്താവിഷയം. ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ. എൻ്റെ ചിന്താവിഷയം ഇതാണ്. ഇവൻ്റെ പ്രവൃത്തിയും ഇവൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ റെസ്പോൺസാണ്, അതിൻ്റെ പ്രതികരണമാണ് കർത്താവ് പറഞ്ഞത്. മനസ്സിലായില്ല? ഇവൻ ചെയ്ത ചില കാര്യങ്ങൾ കർത്താവ് കണ്ടു. ഇവൻ്റെ വായിൽ നിന്ന് വന്ന ചില വാക്കുകൾ കർത്താവ് കേട്ടു. അത് കേട്ടിട്ട് കർത്താവ് പറഞ്ഞ പ്രതികരണമാണ് ഇവനും അബ്രഹാമിൻ്റെ മകൻ തന്നെ. നമ്മുടെ വായിൽ നിന്ന് കേട്ടാൽ എന്തോ പറയും? ഇതപ്പൻ്റെ മോൻ തന്നെ എന്ന് പറയൂല്ലേ. അപ്പനെ കടത്തി വെട്ടിയെന്ന് ചിലരെക്കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ വായില്ലേ ഈ സക്കായി ചെയ്ത പ്രവൃത്തി യേശു കണ്ടു. കണ്ടെത്തി പറയാൻ കുറച്ചുകൂടെ, അവൻ്റെ ആഗ്രഹവും കർത്താവ് കണ്ടു. കാരണം കർത്താവിന് അങ്ങനൊരു ഗുണമുണ്ട്. ഏതാ? ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് എന്തുവാന്നും കൂടെ കാണാൻ കർത്താവിന് കഴിയും. അപ്പോൾ അവൻ്റെ ഹൃദയത്തിലിരുന്നത് എന്തുവാന്ന് കണ്ടു, അവൻ ചെയ്ത പ്രവൃത്തി കണ്ടു, അവൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകളും കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവൻ അബ്രഹാമിൻ്റെ കുടുംബത്തിലെ തന്നെ. അല്ലേ? ചിലരുടെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് പറയാം ഇത് ഇന്ന കുടുംബത്തിലെ തന്നെ. ഒരു സംശയവും അല്ലേ? നമ്മുടെ വാക്ക് കൊണ്ട് നമ്മൾ ആരാന്ന് തിരിച്ചറിയാൻ പറ്റുമോ? തെക്കനാണോ വടക്കനാണോ എന്ന് പറയാം. പിന്നെ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് പറയാം. നമ്മുടെ വാക്കുകൾ നമ്മൾ ആരാന്ന് വെളിപ്പെടുത്തുന്നതാണ്. വേദപുസ്തകത്തിലൊരു തെളിവുണ്ട് അതിന്. എന്തുവാ? 2-3 തെളിവുണ്ട്. ഒരു വാക്ക് ചൊവ്വയെ ഉച്ചരിക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് ജീവൻ പോയവരുണ്ട്. ഓർക്കുന്നോ? പഴയ നിയമത്തിലുണ്ട്. അവനോട് പറയാൻ പറഞ്ഞു, ഇന്ന വാക്ക് പറയാൻ പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നുള്ളവരോട് മഴ പറയാൻ പറഞ്ഞ പോലിരിക്കും അല്ലേ? കോട്ടയം നിന്നുള്ളവരോട് ഭാര്യ എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റത്തില്ല. അവർക്ക് എപ്പോഴും ഭാര്യയാണ്. തൃശ്ശൂർക്കാർക്ക് സ്തോത്രം പറയാൻ പറ്റത്തില്ല, അവർക്ക് സ്വസ്ത്രമാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അറിയാം ഇത് എവിടുന്നായത്. ഈ സ്വസ്ത്രം പറയുന്നവരുണ്ടെങ്കിൽ സ്തോത്രം ആക്കണം കേട്ടോ. അപ്പോൾ ഭാഷ കേട്ടാൽ അറിയാം ഇവൻ എവിടുന്നാന്ന്. ഇതുപോലെ വേറെ ദിവസം സംഭവമുണ്ട്. അല്ല, അതിന് മുമ്പ് ഇന്ന വാക്ക് പറയാൻ പറഞ്ഞു. അവന് നാവ് വഴങ്ങത്തില്ല. അപ്പം മനസ്സിലായി ഇവന് ഇസ്രായേലിനല്ലെന്ന്. വേറൊരുത്തൻ സംസാരിച്ചു. കേട്ട ഉടനെ വേലക്കാരി പറഞ്ഞു, ഇവൻ നസ്രായൻ്റെ കൂട്ടത്തിൽ തന്നെ. ഇവൻ നിൻ്റെ വാക്കും ഭാഷണമൊക്കെ ഈ ചിലപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ സാറ് തൃശ്ശൂർക്കാരനല്ലല്ലോ സത്യം പറയാൻ പറയും. ഞാൻ പറഞ്ഞു 68 വർഷമായിട്ട് തൃശ്ശൂർ, പിന്നെ നിങ്ങളെന്തോ ഇല്ല തൃശ്ശൂർ. അതൊക്കെ ശരിയാക്കി. പക്ഷേ സാറ് തൃശ്ശൂർക്കാരനല്ല. സാറിൻ്റെ ഭാഷയും ഉച്ചാരണവും തൃശ്ശൂർക്കാരുടെ അല്ല. അത്രേ അറിയാവുന്നവരോട് ഞാൻ പറയും എൻ്റെ അപ്പൻ തെക്കുന്ന് വന്നാന്ന് പറയും. അപ്പോൾ നമ്മുടെ ഭാഷ, ഇനി നിങ്ങൾക്കറിയാമോ, ഇവൾ ഇത് പറഞ്ഞല്ലോ നിൻ്റെ വാക്കും ഭാഷയൊക്കെ, അതുകൊണ്ടാണ് പിന്നെ അവൻ പ്രാവാൻ തുടങ്ങിയത്. അപ്പം മനസ്സിലായി ശരിയാ. ഉദാഹരണം, നിങ്ങൾ നീ പെന്തിക്കോസാണ് 4 ചീത്തയും കൂടെ അതിൻ്റെ പിന്നാലെ പറയാം. അപ്പം പറയാം അല്ലല്ല നീ പെന്തിക്കോസല്ല, ഉറപ്പാണ് നീ പെന്തിക്കോസല്ല. കാരണം പെന്തിക്കോസാരുടെ വായിന്ന് വരുന്ന വാക്ക്. പത്രോസ് പിന്നെ പ്രാകാനും ആണിയിടാനും തുടങ്ങേണ്ട കാര്യം അതാ, അല്ലെന്ന് തെളിയിച്ചതാ. നമ്മൾ പലതും അല്ലെന്ന് തെളിയിക്കാൻ പലതും ചെയ്യാറുണ്ടല്ലോ. പോട്ടെ, അങ്ങോട്ടും പോകുന്നില്ല, കാരണം നിങ്ങൾ അടുത്ത ആഴ്ച കൂടെ വരണമല്ലോ. അപ്പോൾ നമ്മുടെ വാക്കും ഭാഷണവും നമ്മൾ ആരാന്ന്
വെളിപ്പെടുത്തുന്നതാ. അതുകൊണ്ടാണ് കർത്താവ് വളരെ ശക്തമായിട്ട് സഭയോട് പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമാകണം. നിങ്ങളുടെ വാക്കുകൾ വളരെ കെയർഫുള്ളായിരിക്കണം. കാരണം നമ്മുടെ വാക്കുകൊണ്ട് ഒരാളെ തകർക്കാൻ കഴിയും, നമ്മുടെ വാക്കുകൊണ്ട് ഒരാളെ മുറിവേൽപ്പിക്കാൻ കഴിയും, നമ്മുടെ വാക്കുകൊണ്ട് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ പറ്റും. എനിക്കറിയാം ഈയിടെ ഉണ്ടായൊരു സംഭവം. താനൊക്കെ പോയി ചത്തൂടേന്ന് ചോദിച്ചാൽ ഒറ്റ ഭാര്യയുടെ ഒറ്റ വാക്കില എന്ത് ചെയ്തു? പോയി ആത്മഹത്യക്ക് പോയതയാൾ. പിന്നെ ദൈവം തമ്പുരാൻ അവനെ കണ്ടതുകൊണ്ട് എന്ത് ചെയ്തു? അതിൽ നിന്ന് അവനെ വിടുവിച്ചെടുത്തു. നമ്മുടെ വാക്കുകൾ അത്രയും ഷാർപ്പാണ്, ബ്ലേഡിനേക്കാൾ മൂർച്ചേറിയതാ. യാക്കോബ് അപ്പോസ്തലൻ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് പറഞ്ഞത്, നാവ് ചെറിയ അവയവമാണെങ്കിൽ ഒരു കുടുംബം മുഴുവൻ കലക്കാൻ അത് മതി, ഒരു സഭ മുഴുവൻ കലക്കാൻ അത് മതി. അതൂതാ, ഒരു ദേശം മുഴുവൻ തകർക്കാൻ അത് മതി. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ ഒരിക്കൽ പറഞ്ഞു, പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ഒന്നല്ല എൻ്റെ അധരദ്വാരത്തിന് കാവൽ. അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ അധരദ്വാരത്തിന് 2 ദൂതന്മാരെ എന്ത് ചെയ്തോണം? കാവൽ നിർത്തിക്കണേ. ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ നാവ് കൊണ്ടൊന്നും, ഞാനൊരു കാര്യം പറയാം, വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, തിരിച്ചെടുക്കാൻ പറ്റില്ലത്. അത് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. അപ്പോൾ ഒരു വിഷയത്തിലേക്ക് മടങ്ങി വരാൻ പോവാം. ഈ മനുഷ്യൻ്റെ, ഈ സക്കായിയുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെയും ആഗ്രഹത്തിനനുസരണമായ പ്രവൃത്തിയെയും പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ അവൻ്റെ പ്രതികരണത്തെയും കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവൻ അബ്രഹാമിൻ്റെ കുടുംബത്തിൽ തന്നെ, ഇവനും അബ്രഹാമിൻ്റെ മകൻ തന്നെ. ദർസ് നോ ഡൗട്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെക്കുറിച്ച് അങ്ങനൊരു സാക്ഷ്യം തമ്പുരാൻ പറയുമോ? 3 കാര്യങ്ങൾ നോക്കിയിട്ട്. 1, നമ്മുടെ ഹൃദയത്തിലെ ഉദ്ദേശം എന്തായിരുന്നു. 2, നമ്മുടെ പ്രവൃത്തി നോക്കിയേച്ച്. 3, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക്. ചിലരുടെയൊക്കെ തള്ളൽ കേട്ടാൽ എൻ്റെ അപ്പ, അതിപ്പോൾ ഇപ്പോഴത്തെ തലമുറയുടെ വാക്കല്ലേ, എന്നാ തള്ളുന്ന ഓരോരുത്തർ സാക്ഷ്യം പറയാൻ എഴുന്നേറ്റ് നിന്നിട്ട് എന്നാ ഇത്, ഇവൻ തന്നെ ആമോ അല്ലേ? പണ്ടൊരു ഉറുമ്പ് പറഞ്ഞ പോലെ, ഒരു ഉറുമ്പ് ആനപ്പുറത്ത് എഴുന്നേച്ച് ഒരു പാലം കിടക്കുകയായിരുന്നു. പാലം കയറി, അപ്പം ഉറുമ്പ് പാലം കയറി അക്കരെ ചെന്നപ്പോൾ ഉറുമ്പ് ആനയുടെ ചെവി പറയാം, നമ്മൾ 2 പേരും കൂടെ ഒന്ന് പാലം കുലിക്കല്ലോ എന്ന്. നമ്മൾ എന്നാ തള്ള, നമ്മുടെ പല സാക്ഷ്യം അതല്ലയോ, നമ്മുടെ പല പ്രസംഗം അതല്ലയോ. ഉദ്ദേശം എടുത്തെടുത്ത് കിടക്കുന്നു, പ്രവൃത്തി വേറൊന്ന്, അത് കഴിഞ്ഞ് ഉള്ള നമ്മുടെ വാക്കുകൾ, സംസാരം വേറൊന്ന്. ഇത് 3ഉം കൂടെ ഒന്നിച്ചു പോയപ്പോഴാ കർത്താവ് പറഞ്ഞത്, ഇവൻ അബ്രഹാമിൻ്റെ മോൻ തന്നെ. കാരണം അബ്രഹാമിൻ്റെ ജീവിതം അതുപോലായിരുന്നു. ഇവൻ അബ്രഹാമിൻ്റെ മകനെന്ന് യേശു ഇവനെക്കുറിച്ച് പറയാനുള്ള 3 കാരണങ്ങൾ. 1, ബിക്കോസ് ഓഫ് ഹിസ് സ്പിരിച്വൽ. അവൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ആഗ്രഹങ്ങളെ 2ആയി തിരിക്കാം. 1 ഭൗതികം, മറ്റൊന്ന് ആത്മീയം. 1 ഭൗതികം, മറ്റൊന്ന് എല്ലാ ആഗ്രഹങ്ങളും ഈ 2 പെടുന്ന 2-1 പെടും. ഇതല്ലാത്തൊരു ആഗ്രഹം ആർക്കും ഇല്ല. ഒന്നുകിൽ എന്തായിരിക്കും അത്? ഒരു ഭൗതിക ആഗ്രഹമായിരിക്കും. നല്ല വീട് വേണം, കാറ് വേണം, ജോലി വേണം, പുതിയ സാരി വേണം. ഈ എല്ലാം നശ്വരവും ഈ ലോകവുമായിട്ട്. രാവിലെ സോബിൻ ബ്രാസ് പറഞ്ഞു, ഒരു കാലത്ത് വളരെ സ്നേഹിച്ച് കാശ് കൊടുത്ത് വാങ്ങിച്ച കുപ്പായം പോലും ഇപ്പോൾ എടുത്ത് കത്തിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു പുള്ളി. കാരണം ഔട്ട് ഓഫ് ഫാഷനും ആയിപ്പോയി. പിന്നെ ആൾ വളർന്നപ്പം പിന്നെ ഈ കുപ്പായത്തിനകത്ത് കയറാതെ ആയിപ്പോയി. വളരെ മോഹിച്ച് പുള്ളി വാങ്ങിച്ച
കുപ്പായം വീട് മാറാൻ നേരത്ത് ഇപ്പോൾ എന്ത് ചെയ്തു, എടുത്ത് കത്തിക്കേണ്ടി. ഇത്രയേ ഉള്ളൂ. എത്ര മോഹിച്ച് വാങ്ങിച്ചതും എത്ര വില കൊടുത്ത് വാങ്ങിച്ചതും ഇതെല്ലാം നശ്വരമാണ്. ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്ന് നാം നേടിയതെന്തെന്നറിയും. എത്ര വാങ്ങിച്ചു കൂട്ടിയാലും എത്ര മോഹിച്ച് വാങ്ങിച്ചാലും അതെല്ലാം എന്തുവാ? നശ്വരമാണ്. കുറച്ച് കഴിയുമ്പോൾ അത് പഴം തുണിയായിട്ട് മാറും. അന്നത്തെ സക്കായിയുടെ ആഗ്രഹം എന്തുവായിരുന്നെന്നറിയാമോ? എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. ദാറ്റ് വാസ് എ സ്പിരിച്വൽ ഡിസയർ. നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും രണ്ട് തട്ടിലെഴുതാം. അതിൽ ആത്മീയമായ ആഗ്രഹങ്ങൾ എത്രയുണ്ട്? എനിക്ക് കർത്താവിനെ പോലെ ആവണം, എനിക്ക് കുറച്ചുകൂടെ ആത്മീയമായിട്ടൊന്ന് വളരണം, എനിക്ക് 10 ആത്മാക്കളെ കൂടെ കർത്താവിന് നേടണം, എനിക്ക് ദൈവത്തിന് വേണ്ടി കുറച്ചുകൂടെ പ്രയോജനപ്പെടണം. അതൊന്നും നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ആഗ്രഹങ്ങളാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ ഒന്ന് 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 ഒരു അരിപ്പിട്ടൊന്ന് അരിക്കാമോ? എല്ലാ ആഗ്രഹങ്ങളും കൂടെ. പക്ഷേ ഈ അരിപ്പിക്കാത്ത ആത്മീയമായത് മാത്രമേ എന്ത് ചെയ്യാവൂ? വരാവൂ. എത്ര കാണും? ഇരുന്ന് തള്ളാമെന്നല്ലാതെ ഒന്നും എന്ത് ചെയ്യത്തില്ല, അടിയിലോട്ട് വരത്തില്ല. കർത്താവ് അവൻ്റെ ജീവിതത്തെ നോക്കിയപ്പോഴാണ് ഇന്നലെ വരെ പണം ഉണ്ടാക്കണമെന്ന് സക്കായി അവിടെ പറഞ്ഞു. ചതിച്ചാണെങ്കിലും വല്ലതൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം അങ്ങോട്ട് മാറി. എനിക്ക് യേശുവിനെ കാണണമെന്നായി. ഗോഡ് ഓണേർഡ് ഹിസ് സ്പിരിച്വൽ ഡിസയർ. ഞാനൊരു കാര്യം പറയാം, കർത്താവിന് വേണ്ടി ചെയ്തത് മാത്രമേ സ്വർഗം കണക്കെടുത്തുള്ളൂ കേട്ടോ. എനിക്കെത്ര ജുബ്ബ ഉണ്ടായിരുന്നെന്നോ, ഞാൻ ഏത് വണ്ടി യാത്ര ചെയ്തെന്നോ, എനിക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വീടുണ്ടായിരുന്നെന്നോ, എത്ര ഏക്കർ സ്ഥലം ഞാനിവിടെ വാങ്ങിച്ചു കൂട്ടിയെന്നോ, എൻ്റെ ബാങ്ക് ബാലൻസ് എത്രയാണെന്നൊന്നും സ്വർഗത്തിന് അറിയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഞാനിവിടെ ഇട്ടേച്ച് പോവും. ആരനുഭവിക്കുന്നു എന്ന് ആരും അറിയത്തില്ല. ആരനുഭവിക്കുന്നു പോലും അറിയത്തില്ല. ഓടി നടന്ന് വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതൊക്കെ, ഓടി നടന്ന് കഷ്ടപ്പെട്ട് ജീവിതത്തോട് നല്ല ആഹാരം പോലും കഴിക്കാതെ വാങ്ങിച്ചു കൂട്ടിയതൊക്കെ ആരനുഭവിക്കുമെന്ന് ആർക്കറിയാം? സക്കായി അന്നൊരു തീരുമാനമെടുത്തു. ഐ വാണ്ട് ടു സീ ജീസസ്. എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. അവൻ്റെ ആത്മീയ ആഗ്രഹം കൊണ്ടാണ് കർത്താവ് ആ ഒരു അപ്രൂവൽ അവസാനം പറഞ്ഞത്. നോക്കിയപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൽ കാണുന്ന ചില ഗുണങ്ങൾ ദൈവം ഇവനിൽ കണ്ടു, യേശു ഇവനിൽ കണ്ടു. ഇന്ന് പകൽക്കാലം ചോദിച്ചോളട്ടെ, ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് നമ്മളെ നോക്കുമ്പോൾ ഒരു ദോഷമുണ്ട്. ഹൃദയ വിചാരങ്ങളെ പോലും അവന് അറിയാം. നമ്മളൊരു കാര്യം ചെയ്തതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം പോലും അവനറിയാം. നോക്കുമ്പോൾ വാസ്തവത്തിൽ സ്പിരിച്വൽ ഡിസയർ അതൊരു ആത്മീയ ആഗ്രഹമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ സാക്ഷിച്ചത്, ഞാൻ കൊടുത്തത്, ഞാൻ പ്രസംഗിച്ചത്, ഞാൻ ഓടിയത് എനിക്കൊരു സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നോ, അതോ ദൈവരാജ്യം എന്നുള്ളത് മാത്രമായിരുന്നു? ഹിസ് ഡിസയർ വാസ് എ സ്പിരിച്വൽ ഡിസയർ. ഒരു ആത്മീയ ദാഹം അല്ലെങ്കിൽ ആഗ്രഹം, അഭിലാഷമായിരുന്നു അവനുണ്ടായിരുന്നത്. യേശുവിനെ ഒന്ന് കാണണം എനിക്ക്. ഇവനും അബ്രഹാമിൻ്റെ മകനെന്ന് വിളിക്കാനുള്ള എൻ്റെ കാരണങ്ങളിലൊന്ന് അവൻ്റെ ആത്മീയ ദാഹമാണ്. ഇന്നലെ വരെ അവൻ പാപിയായിട്ട് ജീവിച്ചവനാ, ജനം അതിന് സാക്ഷികളാ. പക്ഷെ ജീവിതത്തിൻ്റെ ഏതോ ഒരു നിമിഷം അവൻ്റെ അന്തരാത്മാവിലൊരു ചിന്ത വന്നു, എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് യേശുവിനെ ഒന്ന് അറിയണം, യേശുവിനെ ഒന്ന് കാണണം, യേശുവിനെ ഒന്ന് മനസ്സിലാക്കണം. ദാറ്റ് വാസ് ദ ഫസ്റ്റ് റീസൺ. 2, അവൻ്റെ ആത്മീയ ആഗ്രഹത്തിന്
അനുസരണമായ ആക്ഷൻസ് സപ്പോർട്ടിങ് ഹിസ് ഡിസയർ. തൻ്റെ ആത്മീയ ആഗ്രഹത്തെ സഫലമാക്കാൻ പറ്റിയതായ പ്രവർത്തികളാവൻ ചെയ്തത്. അവരുടെ ആഗ്രഹം എന്തുമായിരുന്നു? യേശുവിനെ കാണണമെന്നാണ്. അത് കാണുന്നതിന് തടസ്സമായി ഒത്തിരി കാര്യങ്ങൾ അവൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ആദ്യത്തെ തടസ്സം എന്നാണെന്നറിയാമോ? തന്നെ പോലെ ഇത്രയും വെൽത്തി, ധനാഢ്യനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഇത്രയും പാടുപെട്ട് യേശുവിനെ കാണേണ്ട, ഇത്രയും റിസ്ക് എടുത്ത് യേശുവിനെ കാണേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിനൊന്നും എന്നെ കിട്ടത്തില്ല. അവൻ്റെ ആ ആത്മീയ ദാഹത്തിന് അനുസരണമായ, അതിനെ സാധൂകരിക്കത്തക്ക പ്രവൃത്തി അവൻ ചെയ്തു. നമുക്ക് പലപ്പോഴും വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ അതനുസരിച്ചുള്ള പ്രവൃത്തിയൊന്നുമില്ല. എനിക്ക് പാസ്റ്റർ ഈയിടെ പറയാറുണ്ട്, പാസ്റ്റർ എനിക്ക് ആത്മീയമായിട്ടൊക്കെ വളരെ വളരണം എന്നുണ്ട്. വേറെ ദിവസം കൈ കൊണ്ട് തൊടത്തില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല. ചർച്ചിലെ ഓരോ മീറ്റിങ്ങുകൾക്കും ഞാൻ പറഞ്ഞിട്ട് ഈ സഭയിൽ ദൈവത്തെ ആരാധിക്കാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി പോലെ ലോകത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സക്കായിയുടെ ജീവിതത്തിൽ ആഗ്രഹം മാത്രമല്ല. ഇവിടെ ഒരാൾ പറഞ്ഞു, സാറ് പ്രസംഗിക്കുന്ന പോലെ ശുശ്രൂഷിക്കുന്ന പോലെ എനിക്കും പ്രസംഗിച്ചാൽ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം, ഒരു 10 ദിവസം എൻ്റെ കൂടെ താമസിച്ചാൽ മതി, ഞാൻ നിന്നെ എന്ത് തരാം, ആക്കി തരാമെന്ന് പറഞ്ഞു. 10 ദിവസം മതി. ഇവൻ കിടക്കാൻ നേരത്തെ 12 മണി കഴിയുന്നുള്ളത് ഉറപ്പാണ്. 3:30 ആകുമ്പോൾ എണിപ്പിക്കും. നമുക്ക് സാറ് പ്രസംഗിക്കണം, വല്ല ശരിക്കും മാർഗമുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാ ആശയമൊന്നും, നല്ല ആഗ്രഹമുണ്ട്. ഇവന് പഠിക്കാൻ മനസ്സില്ല, അധ്വാനിക്കാൻ മനസ്സില്ല, കഷ്ടപ്പെടാൻ ആഗ്രഹമില്ല. പിന്നെ എന്നാണെന്നറിയാമോ? വെറുതെ കിട്ടിയ ഇതെല്ലാം വേണം. സക്കായി അതല്ലായിരുന്നു. ഹി ഹാഡ് എ വെരി ഗുഡ് ഡിസയർ. വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവൻ്റെ ജീവിതത്തിൽ, എനിക്ക് യേശുവിനെ കാണണമെന്ന്. ചില ആളുകളുടെ ധാരണ ആത്മീയ കാര്യം പ്രാപിക്കാൻ 5 പൈസ മുടക്കില്ലെന്നാണ്. ഈയിടെ ഒരാൾ എന്നെ കാണാൻ വന്നപ്പോഴവിടെയൊക്കെ എൻ്റെ റൂമിലിരിക്കുന്ന ലൈബ്രറി അതിനകത്ത് ബുക്കെല്ലാം കണ്ട് ചോദിച്ചു, ബൈബിളിനെ കുറിച്ച് ഇത്രയും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇതല്ല, ഇതിൽ കൂടുതലുണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഞാൻ വിചാരിച്ചു ബൈബിളെന്ന് പറഞ്ഞാൽ ആകെ ഇത്രയേ ഉള്ളൂ, ഇതിനെക്കുറിച്ച് ആകെ ഞാൻ പറഞ്ഞു, ഇത് കിട്ടണമെങ്കിൽ ഇതെല്ലാം വായിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ പ്രസംഗിക്കണമെങ്കിൽ അത്രയും പഠിക്കണം. പിന്നെ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞാൽ മതിയെങ്കിൽ എന്ത് ചെയ്താൽ ഒന്നും പഠിക്കണ്ട, മുട്ടുമ്പോൾ ഇരിക്കണ്ട, വായിക്കണ്ട, പഠിക്കണ്ട, ഒന്നും വേണ്ട. വായി വരുന്നത് കോറയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്കങ്ങ് പോവാം. ഒരു നല്ല ആഗ്രഹം മാത്രം പോരാ, എന്താ വേണം? ആഗ്രഹത്തിനനുസരിച്ച പ്രവൃത്തി നിൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കണം. യേശു നോക്കിയപ്പോൾ സക്കായിൽ കണ്ട ഒരു വലിയ ഗുണം എന്നാണെന്നറിയാമോ? അവൻ്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായ ആഗ്രഹത്തിനനുസരിച്ചുള്ളൊരു പ്രവൃത്തി അവനിൽ കാണാൻ കഴിഞ്ഞു. ഒരു വില കെട്ടിയേച്ച അവൻ യേശുവിനെ കണ്ടത്. നമുക്കറിയാമല്ലോ, സൗഖ്യം പ്രാപിക്കണമെന്നൊരു സഹോദരിക്ക് വലിയ ആഗ്രഹം ഉണ്ടായി. 18 സംവത്സരമായിട്ട് രക്തസ്രാവം പിടിച്ച് കിടക്കുക. വൈദ്യന്മാരും എല്ലാം കാശൊക്കെ പോയി കഴിഞ്ഞു. കേട്ടു യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ സൗഖ്യമാകുമെന്ന്. എന്തോ ചെയ്യാനാ? ഇല്ല, ഞങ്ങളോട് ചിലർ പറയുന്നത്, സാർ ഇവിടം വരെ ഒന്ന് വരാമോ, ഇവിടം വരെ വരാമോ എന്ന്. നമുക്കെല്ലാം ആ ഒരു ധാരണ എന്തുവാ? യേശു അതിലേ പോവുകയാണെങ്കിൽ എൻ്റെ വീട്ടിലും കൂടെ കയറി എന്ത് ചെയ്തിട്ട് ഒന്ന് അനുഗ്രഹിച്ചേച്ച്. അങ്ങനെ ഒത്തിരി, നിങ്ങൾക്കറിയത്തില്ല, ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ ഉണ്ട്. വല്ല വഴിക്കും പോകാൻ നേരത്തെ പക്ഷേ ഒന്ന് വീട് വരെ ഒന്ന് കയറി പ്രാർത്ഥിച്ചു. ഇതിൻ്റെ അടുത്ത ഹോളിൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ വീട് ഇല്ല. കാരണം വല്ലവൻ്റെയും ചിലവിൽ കാര്യം നടക്കാമല്ലോ, അനുഗ്രഹം നടക്കാമല്ലോ. സക്കായിയുടെ ജീവിതത്തിൽ വലിയ വില കെട്ടേണ്ടി വന്നവൻ. ഞാൻ ഉറപ്പ് പറയാം, ഞാനിതിൽ നിങ്ങളുടെ വീട്ടിൽ അതിലെ കാണാൻ പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും മരത്തെ കയറിയിരുന്ന് നോക്കൂ എന്നെ കാണാനായിട്ട്? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഒളിച്ചിരിക്കും സാർ. ഇനി അഥവാ ഇതിലെ കാണാൻ വരുന്നെങ്കിൽ ഫോണിൽ പോ. അപ്പോൾ സക്കായിയുടെ ജീവിതത്തിൽ ഒരു വലിയ വില കെട്ടിയിട്ട് അവൻ യേശുവിനെ കാണുന്നേ. വലിയ ആഗ്രഹമുണ്ട് നമുക്കല്ലേ, വലിയ പ്രവാചകനാകണം, രോഗശാന്തി വരം വേണം, നമുക്ക് ദൈവകൃപയിൽ ജീവിക്കണം എന്നല്ലേ, നമുക്ക് ഒത്തിരി ഒത്തിരി ഒത്തിരിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വില കെട്ടാൻ തയ്യാറാണോ ഇന്ന്? നീ അബ്രഹാമിൻ്റെ കുടുംബത്തിലാന്ന് പറഞ്ഞ് അബ്രഹാമിൻ്റെ കുടുംബത്തിലായ ഒരു ഗുണമുണ്ട്, ആ അനുഗ്രഹം മുഴുവൻ നിനക്ക് കിട്ടും. യേശു ക്രിസ്തു സക്കായിയുടെ ജീവിതത്തെ കണ്ടിട്ട് അവൻ്റെ ആഗ്രഹത്തെ ആദ്യം കണ്ടു, അവൻ ചെയ്ത പ്രവൃത്തി കണ്ടു. ആ ആഗ്രഹത്തിൻ്റെ, എൻ്റെ ആഗ്രഹം യേശുവിനെ കാണണം എന്നുള്ള ആഗ്രഹം കേട്ടോ, വേറൊന്നുമല്ല. യേശുവിനെ കാണണം എന്നുള്ള അവൻ്റെ ആഗ്രഹത്തിന് തടസ്സമായി നിന്ന സകലത്തെയും അതിജീവിക്കാൻ
അവൻ തയ്യാറായി. അവൻ ചെയ്തത് വേറെ ആരും ചെയ്യാത്തൊരു പരിപാടിയാണ്. വേദപുസ്തകത്തിൽ ആകെ ഒറ്റ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുള്ളൂ യേശുവിനെ കാണാനായിട്ട് മരത്തിൽ കയറിയത്. ആരും പ്രാപിക്കാത്ത അനുഗ്രഹം അവൻ പ്രാപിച്ചു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ടല്ലോ, ഞാൻ ഓർക്കുന്നല്ലോ, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരും കിട്ടുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് നിനക്ക് വല്ലതും ചെയ്യാമോ? എല്ലാവരും പ്രാപിച്ചതിനേക്കാൾ വ്യത്യസ്തമായിട്ട് നിനക്കും പ്രാപിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവൻ അബ്രഹാമിൻ്റെ മകനെന്ന് വിളിക്കാനുള്ള കാരണം ഇവൻ്റെ പ്രവൃത്തി അതായിരുന്നു. നോക്കാം, ഇവൻ്റെ പ്രവൃത്തി അബ്രഹാമിൻ്റെ പ്രവൃത്തിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് നോക്കാം. ഒത്തിരി ഉണ്ട്. നീ നിൻ്റെ സ്വജനത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക് പോകുകയെന്ന് പറഞ്ഞപ്പോൾ രണ്ടൊരു ചിന്തിക്കാതെ സകലതും വിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു ഭോഷനെ പോലെ ഇറങ്ങി പുറപ്പെട്ടു. യേശുവിനെ അറിയുവാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ അനുഭവിപ്പാൻ, ദൈവികമായ അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ സ്വായത്തമാക്കാനായിട്ട് എന്ത് വില കൊടുത്തു ഇറങ്ങുന്ന ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. നിൻ്റെ ഏകജാതനായി പുത്രനെ കൊണ്ടുപോയി യാഗം അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അതിന് അബ്രഹാമിനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞില്ലയോ? അല്ല, അധികാലത്തെ എഴുന്നേറ്റ് മകനുമായിട്ട് യാത്ര പുറപ്പെടുക. അത് ഒരപ്പൻ്റെ ഹൃദയം വേദനിക്കുന്നത് നിങ്ങൾക്ക് അടുത്ത് നടന്നാൽ നിങ്ങൾക്കറിയാം. ഇവൻ്റെ പ്രവൃത്തികളൊക്കെ കുറേ നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതവുമായിട്ട് താതാത്മ്യപ്പെടുത്താനായിട്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, താതാത്മ്യപ്പെടുത്താനായിട്ട് ഒത്തിരി അവൻ്റെ ജീവിതത്തെ കാണാനായിട്ട് കഴിഞ്ഞു. അബ്രഹാമിൻ്റെ അനുഗ്രഹം പ്രതീക്ഷിക്കുന്ന നമ്മൾ, അത് നമുക്കുള്ളതൊക്കെ തന്നെ, അതിനനുസരിച്ചുള്ള പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ സ്നേഹിക്കുന്നവല്ലോ എന്ന് യാഗം അർപ്പിക്കാൻ പറഞ്ഞാൽ, ഇവിടെ ഒരാളോട് പറഞ്ഞു, കർത്താവ് ആ വ്യക്തിയോട് പറഞ്ഞു, ജോലിയൊക്കെ രാജിവെച്ച് സൂചനയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ അവൻ വീണ്ടും എൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ മതി, അത് ശരിയാണ്, ദൈവം തന്നെ ദൈവശബ്ദമാണോ ഇല്ലയോ എന്നൊരു കൺഫർമേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോത്തിനാണ് പ്രാർത്ഥിക്കണം? പറഞ്ഞു, ഇങ്ങനെ ആവശ്യം, എന്നെ കാണുന്നവരൊക്കെ പറയുന്നു ജോലി രാജിവെച്ച് കിടക്കുക. അത് പാസ്റ്ററോടെ പറഞ്ഞാൽ എനിക്ക് വിശ്വാസം. ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും പറയാനില്ല, അവരിലൂടെ ദൈവം സംസാരിച്ചത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവം നീ സ്നേഹിക്കുന്നതിനെ യാഗം അർപ്പിക്കാനായിട്ട് പറഞ്ഞപ്പോഴാണ് ഒരു വിഷമവും ഇല്ലായിരുന്നു. അധികാലത്തെ എഴുന്നേറ്റെന്നാണ് പറയുന്നത്. 3, യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നോക്കിക്കേ. ചിലർക്ക് യേശുവിനെ കണ്ടു കഴിഞ്ഞാലും പിന്നെയും വായിൽ നിന്ന് പഴയത് തന്നെ വരുന്നത്, അല്ലേ? യേശു കൂടെ നടക്കുന്നത് പോലും ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല ചിലർക്ക് സംസാരിക്കുമ്പോൾ, ഫോൺ എടുത്ത് സംസാരിക്കുമ്പം. പണ്ട് ഞാനൊക്കെ യാത്ര ചെയ്യാൻ നേരത്ത് നമ്മുടെ സഭയിലെ ചില വിശ്വാസികളെയൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അവർക്കിടയ്ക്ക് ഫോൺ വരും. അപ്പം അവരിടയ്ക്ക് അതിന് മറുപടി പറയുമ്പോൾ ചിലപ്പോൾ അറിയാതെ ഒരു വെള്ളി വീഴും അവരുടെ വായെന്ന്. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞേ അവൻ വീണ്ടും പറയും. 3ാമത്തെ ചോദ്യത്തിന് അവന് പെട്ടെന്ന് എന്ത് ചെയ്യുക? കത്തുക. സോറി. യേശു കൂടെ നടക്കുന്നു, യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുക. 3ാമത് ഇവൻ അബ്രഹാമിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെട്ട 3ാമത്, ദ വേർഡ്സ് ദാറ്റ് കെയിം ഔട്ട് ഓഫ് ഹിസ് മൗത്ത്. അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. 19ാം അധ്യായത്തിലുള്ള എന്താണ് അവൻ പറഞ്ഞത്? സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ. നമ്മളാണെന്ന് വിചാരിക്കും ഇന്നത്തെ കാലത്തെ സക്കായി ആണെങ്കിൽ എന്തുമായിരിക്കും പറയുന്നത്? ഒന്ന് പ്ലീസ്, നിങ്ങളൊരു കുറച്ച് നേരത്തേക്ക് നിങ്ങളായിരുന്നു ഈ സക്കായി എന്ന് വിചാരിക്കുക. വിൻസെൻ്റ് ഭാഷ ആണെങ്കിൽ എന്ത് പറയും? ഓക്കെ, പക്ഷേ സക്കായി എന്ന് വിളിക്കാൻ പറ്റില്ല, നല്ല ഉയരൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിലും ഇന്നത്തെ കാലത്താണെങ്കിൽ എന്ത് പറയും? ഞാൻ സമയം കളയുന്നില്ല അവിടെ. വാങ്ങിയത് വാങ്ങി, ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല. സ്വതന്ത്രം അങ്ങനെ പറയുന്നുള്ളൊരു കൈ ഉയർത്തി ആത്മാർത്ഥമായിട്ട്. തീർച്ചയായിട്ടും ഒരാൾ എൻ്റെ അപ്പ ബാക്കിയുള്ള സക്കായിക്കാളും കഷ്ടാപ്പം, അതായത് ഇനിയും വാങ്ങിക്കുന്നുള്ളതാ അവരുടെ മെൻറ്റാലിറ്റി. സത്യം പറ, സക്കായി പറഞ്ഞ പോലെ പറയുമോ? വളരെ ബുദ്ധിമുട്ടാണ്. ചുമ്മാ വെറുതെ പോഷടിച്ചിട്ട് കാര്യം. ഹൃദയവിചാരം അവനറിയാം. ഇന്നത്തെ കാലത്ത് ഏത് സക്കായി ആണെങ്കിലും ഞാനാണെങ്കിലും ഇതൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ, കിട്ടേണ്ടത് പോലും എന്ത് ചെയ്തിട്ടില്ല, കിട്ടുന്നില്ല പണ്ടേന്നും. ഇന്നത്തെ കാലത്ത് ഏത് സക്കായി ആണെങ്കിലും പറഞ്ഞു, കർത്താവ് അറിവില്ല അമ്മയുടെ കാലത്ത് വാങ്ങിച്ചതൊക്കെ വാങ്ങിപ്പോയി, അതൊന്നും ഓർക്കല്ലേ, ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല. ചതിവായി
ഒന്നും വാങ്ങിക്കത്തില്ല. ദൈവമക്കൾ ആദ്യം കാണിക്കുന്ന ചതി എവിടാന്നറിയാമോ? എവിടാ? ദശാംശത്തിലും സ്തോത്ര കാഴ്ചയിലും ആണ്. ഒരു ദൈവത്തെ ചതിക്കുക. പോട്ടെ, അത് പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങുമെന്ന് എനിക്കറിയാം നല്ലപോലെ. എന്നാലും ഒന്ന് പറയണമല്ലോ, ഞാൻ വേറെ ആരും പറയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇന്നത്തെ കാലത്തെ സക്കായി ആണെങ്കിൽ പറയുന്നത് എന്തായിരിക്കും? കർത്താവേ, വാങ്ങിച്ചതൊക്കെ വാങ്ങിച്ചു. കാരണം ആ ഫ്രിഡ്ജ് അത് അങ്ങനെ ചതിച്ച് വാങ്ങിച്ചതാണ്. അത് കൊടുത്തു വിട്ടാൽ പിന്നെ ഫ്രിഡ്ജ് വേറെ ഉണ്ടോ? ആ വാഷിംഗ് മെഷീൻ അത് ചതിച്ച് വാങ്ങിച്ചതാണ്. ഏതാ പറഞ്ഞ വീട്ടിലുള്ള കുറച്ച് ഉപകരണങ്ങളുടെ പേര് പറ, അങ്ങനെ വാങ്ങിച്ചൊക്കെ പറ. ഏതാ? മിക്സി. മിക്സിയൊക്കെ പോട്ടെ, മിക്സി അതൊക്കെ വന്നു. അതിന് ചതിയാണ്. AC, മൈക്രോവൻ, ഇതൊക്കെ എത്ര എണ്ണത്തെ ചതിച്ച് വാങ്ങിച്ചതാ അല്ലേ? പാർസലെ ചതിച്ച് വാങ്ങിച്ചതുണ്ട്. ഏതാ? പിള്ളേർക്ക് ഫീസ് കൊടുക്കാൻ കാശില്ല എന്ന് പറഞ്ഞിട്ട് പാർസയിൽ നിന്ന് വാങ്ങിച്ചിട്ട് എന്തോ പിള്ളേർക്ക് സ്വോത്രം ദൂതാ ഫീസല്ല കൊടുത്തത്. പിന്നെ എന്തുവായിരുന്നു? ഫീസ് കൊടുക്കാൻ വേറെ ആളുടെ ഇങ്ങനെ 4 പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, എല്ലാവരും കൊടുത്തു. അതെ, ചതിച്ച് വാങ്ങിച്ചതില്ലയോ? വീട്ടിലിരിക്കുന്ന ഓരോ ഇൻസ്ട്രുമെൻസിനോടും സാക്ഷ്യം പറയാൻ പറഞ്ഞ, പല മിക്സിക്ക് നാവുണ്ടെങ്കിൽ, പല വാഷിംഗ് മെഷീനും നാവുണ്ടെങ്കിൽ, പല മൈക്രോവനും നാവ് കൊടുത്താൽ തമ്പുരാൻ കൊടുക്കാത്തതിനായിട്ട് സ്തോത്രം പറ. കർത്താവേ, ഞാൻ ചതിവായി വാങ്ങിച്ചത് എല്ലാം. എന്നിട്ട് പറയുന്നു, എൻ്റെ വസ്തുവകയിൽ ദരിദ്രർക്ക് ഞാൻ ബാക്കി എന്ത് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടപ്പോൾ യേശുവിന് പെട്ടെന്ന് ഓർമ്മ വന്ന് കാണും. ഏതാ? അബ്രഹാമിൻ്റെ ഏത് പ്രവൃത്തി ഓർമ്മ വന്ന് കാണും? ഓർക്കുന്നോ? ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ രാജാവ് പറയുന്നു, വേണ്ടുന്ന എല്ലാം നീ എടുത്തോളാൻ പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, നിൻ്റെ ചെരുപ്പും വേണ്ട, നിൻ്റെ ചെരുപ്പാറും വേണ്ട, ന്യായമായിട്ട് എടുക്കാം. അബ്രഹാമിനെ നീ സോദോം രാജാവ് വലിയവനാക്കിയെന്ന് പറയാതിരിക്കാൻ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇവൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ പെട്ടെന്ന് അബ്രഹാം ചെയ്ത ആ ഒരു പ്രവൃത്തി ഓർമ്മ വന്നേ. എനിക്ക് അർഹതയില്ലാത്തതൊന്നും എൻ്റെ ഭവനത്തിൽ ഇനി എന്തായിരിക്കാൻ പാടില്ല, ഉണ്ടായിരിക്കാൻ പാടില്ല. വീട്ടിൽ അർഹതയില്ലാത്ത വല്ലതും ഉണ്ടോ? വല്ലവൻ്റെ ആധാരം അനിയന് കിട്ടേണ്ടതും കൂടെ നിൻ്റെ കൈവലം കൊണ്ട് നീ വെട്ടിയെടുത്തത് വാങ്ങിച്ച്, അർഹതയില്ല, നിനക്കർഹിക്കാത്തത് എന്തെങ്കിലും കയ്യിലുണ്ടോ? സക്കായി പറഞ്ഞു, ഞാൻ മടക്കി കൊടുക്കുക. ഇത്രയും കണ്ടപ്പോൾ there was no other words to qualify him. ഇവനെ വിളിക്കാൻ വേറെ ഒരു പേരുമില്ല, ഇവന് കൊടുക്കാൻ വേറെ ഒരു നാമവും അതർ ദാൻ ഇവൻ അബ്രഹാമിൻ്റെ മകൻ തന്നെ. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ആത്മീയ ആഗ്രഹമായിരുന്നു. അതിനു വേണ്ട എല്ലാ പ്രവൃത്തികളും അവൻ ചെയ്യുക, ഒരു വില കെട്ടുക അവന്. 3, യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ, അനർഹമായ ഒന്നും എൻ്റെ ജീവിതത്തിലോ എൻ്റെ കുടുംബത്തിലോ പാടില്ല, ഒന്നും. അതൊരു പേന പോലും, ഒരു പേന പോലും, ഒരു മുട്ടുസൂചി പോലും മടക്കി കൊടുത്തോണോ? ദൈവത്തിന് കൊടുക്കേണ്ടത് വല്ലതും ഇനി ഇപ്പം നിൻ്റെ കയ്യിലിരിപ്പുണ്ടോ? ദൈവത്തിന് കൊടുക്കേണ്ടതേ എന്തെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടോ? കേബിളുകാരന് കൊടുക്കേണ്ടത് തക്ക സമയത്ത് കൊടുക്കില്ലേ? കട്ട് ചെയ്യവന്. ദൈവം നമ്പരാനൊന്നും കട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, അർഹിക്കാത്ത എന്തെങ്കിലും അവൻ്റെ ആഗ്രഹവും അതിനനുസരിച്ച പ്രവൃത്തിയും അതിനുശേഷമുള്ള അവൻ്റെ ജീവിതം, വായിൽ നിന്ന് വന്ന വാക്കുകളും കണ്ടു കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞതിന് ശേഷമാണ് യേശുനാഥൻ ഈ വാക്ക് പറഞ്ഞത്. എന്ത് പറഞ്ഞത്? വേണമെങ്കിൽ ആദ്യം പറഞ്ഞോടാ, അബ്രഹാമിൻ്റെ മോനെ ഏകം ഇറങ്ങിയോടാ, നീ എന്തുകൂടെ ഈ മറിയ വേണമെങ്കിൽ പറഞ്ഞോടായിരുന്നു, പറയായിരുന്നല്ലോ അല്ലേ? ആ മരത്തിൻ്റെ തവട്ടി വന്നു നിന്നപ്പോഴേ സക്കായി വേഗം ഇറങ്ങി, അബ്രഹാമിൻ്റെ മോൻ സക്കായി, നീ എന്താണ് അവിടെ ഇരിക്കുന്നത്, ഇറങ്ങി വാ. ഇല്ല.
എനിക്കറിയാം വലിയ ആത്മീയ വിപ്ലവമോ അല്ലേലിയോ സ്തോത്രമൊന്നും പറയുന്ന പ്രസംഗം അല്ലെന്നറിയാം. പക്ഷെ അനുതാപത്തിലേക്കും നീയും അബ്രഹാമിൻ്റെ മകനെന്ന് വിളിക്കപ്പെടാനുള്ള ആ യോഗ്യതയിലേക്ക് എത്തിച്ചേരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവസ്ഥലം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ചുമ്മാതല്ല സക്കായിയെ ഇവനും അബ്രഹാമിൻ്റെ മകനെന്ന് ദൈവം തമ്പുരാൻ സാക്ഷ്യപ്പെടുത്തിയത്, നമ്മളെ സാക്ഷ്യപ്പെടുത്താത്തതും. ഇനി ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയൂ. നമ്മളെക്കുറിച്ച് ഇവനും അബ്രഹാമിൻ്റെ മകൻ, നമ്മളതിൻ്റെ പേരിന് യോഗ്യരാ. കാരണം എന്നാ? വിശ്വാസികളുടെ മുഴുവൻ പിതാവാ അബ്രഹാം. അബ്രഹാം വിശ്വാസികളുടെ മുഴുവൻ പിതാവാ. നമ്മളെക്കുറിച്ച് അങ്ങനെ പറയോ? ഇവനും ഇവളും അബ്രഹാമിൻ്റെ മകൻ, മകൾ. ആ കഥ എങ്ങനെ അവസാനിച്ചത് നമുക്കറിയത്തില്ല. വേദപുസ്തകത്തിലെ പല കഥകളും ഇങ്ങനെ കൊണ്ടങ്ങ് നിർത്തിയിരിക്കുക. ഇവൻ കൊടുത്തോന്നറിയത്തില്ല, കൊടുത്തില്ലയോ എന്നറിയത്തില്ല. കൊടുത്തു കാണും. കർത്താവ് അന്ന് രാത്രി അവൻ്റെ വീട്ടിൽ പോയത് തന്നെ കൊടുപ്പിക്കാൻ വേണ്ടിയാണ്. ഹി മേഡ് ഷുവർ ദാറ്റ് ഹി ഗേവ്. ഇന്ന് പകൽക്കാലം ഈ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ ഈ ഒരു ചിന്ത, ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക, വാട്ട് വിൽ ഹീ സേ എബൌട്ട് മീ? എന്നെക്കുറിച്ച് എൻ്റെ കർത്താവ് എന്ത് സാക്ഷ്യം പറയും? എൻ്റെ പാസ്റ്റർ എന്ത് പറയുന്നതെന്നല്ല, എൻ്റെ ഭാര്യ എന്ത് പറയുന്നതെന്നല്ല, എൻ്റെ അയൽവാസി എന്ത് പറയുന്നതല്ല, എൻ്റെ കൂടെ പഠിച്ചവരെന്ത് പറയുന്നതല്ല, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്ത് സാക്ഷ്യം പറയും? കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം. ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയദൃഷ്ടി അങ്ങ് പ്രകാശിപ്പിച്ചതിനായിട്ട് സ്തോത്രം. സഖായുടെ ജീവിതത്തിൽ നിന്ന് വീണ്ടും ശാന്തമായി അവിടെ ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചിന്തകൾക്ക് വരുത്തേണ്ട മാറ്റം വരുത്തുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾക്ക് വരുത്തേണ്ട മാറ്റം വരുത്തുവാൻ, ഞങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് വരുത്തേണ്ട മാറ്റം വരുത്തുവാൻ, നിന്നാലുള്ള നല്ല സാക്ഷ്യം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അവിടുത്തേക്ക് പ്രസാദകരമായിരുവാനിടയാക്കണമേ. സകല നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ